എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ ഷട്ടിൽ കളിയും പരിപാടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മപ്പോൾ ഷൂ കാര്യങ്ങൾ ഇട്ടിട്ടാണ് കളിയും കാര്യങ്ങളും. ജസ്റ്റ് ഷൂവും ബാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് നൈസായിട്ടൊന്ന് ഇറങ്ങാം. റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അല്ല ഗൈസ്. നമ്മളങ്ങനെ എല്ലാ സെറ്റപ്പുകളായിട്ടും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു ഷട്ടിൽ ബാറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഷൂ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ അടുത്താണ് നമ്മൾ കളിക്കാൻ പോണേ. അപ്പോൾ അവിടേക്ക് ഇന്ന് കളിക്കാൻ ഇറങ്ങണം. നമ്മുടെ വണ്ടി എടുത്ത് ഇറങ്ങണം ഗൈസ്. നമ്മൾ കളിക്കാൻ വന്നിട്ട് ഇതാണ് അവസ്ഥ. ഇവിടെ കറണ്ടും കാര്യങ്ങളും ഇല്ല, മൊത്തത്തിൽ ഷോക്കാണ്. നാട്ടിൽ കറണ്ട് കാറ്റും കാര്യങ്ങളാണ്. പോവാ വീട്ടിൽ പോവാ. ഐസ് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയുടെ ക്ലച്ച് കേബിള് പൊട്ടിയിട്ടുണ്ട്. ബാ പോവാ. നിന്നെയൊക്കെ വിറ്റ കാശ് പോക്കറ്റ് വയ്ക്കണം, എന്നിട്ട് കാര്യമില്ല. ബാ കൂട്ടന്മാരെ ചായ കുടിക്കാം. അതിന് റെഡി ആവില്ല, സാധനമില്ലല്ലോ, വള്ളിയില്ലല്ലോ. അതെന്തായാലും പോണ നേരത്ത് മറ്റേ ചവിട്ടി കൊണ്ടുപോടാ. അതുപോലെ ആ പള്ളിയിലെ ഷെഡിൽ കയറ്റി. അതെത്തിക്കാം, വന്നിട്ട് എത്തിച്ചാ പോരെ. ബാ പോവാ, ഇവിടെ നിന്ന് തിരിക്കാം. ഇനി ചാലക്കുടിക്ക് പോയിട്ട് അവിടെ തിന്നാം. പോട്ടെ, ഞങ്ങൾ പോട്ടെ. അപ്പം ഇന്നത്തെ പരിപാടി ഇനി പെട്രോൾ അടി, വണ്ടി ശരിയാക്കൽ എല്ലാം കൂടി. ഗൈസ്, നമ്മൾ വെള്ളാഞ്ചിറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചായ കുടിക്കുന്ന നേരം ഇവിടെ ഒരാൾ മറ്റേ വലിയിടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ചായ കുടിക്കാൻ പോകാന്ന് ചോദിച്ചു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പിക്കാൻ പോണുള്ളൂ. ഞാൻ ഇന്ന് ഒരാൾ വീക്കണ്ട് കണ്ടൂടാ യൂട്യൂബില്. കിടിലാണ് ഇരുന്നത്, വലിയ മീൻ പിടിക്കുന്നത്. നോക്കെന്തേലും ആള് പ്രോയ അല്ലേ, നോക്കി നോക്കാം. നീ താക്കോല് പിടിക്കോ? കാരണേ ഇല്ല മറ്റേ താക്കോല് കിട്ടിയില്ല. മറ്റേ താക്കോല് കിട്ടിയിട്ട് വേണം. പക്കറ്റ് എന്തെങ്കിലും പക്കറ്റ് കുറച്ച് കുട്ടി കയറി. സീസൺ മൊത്തം കഴിഞ്ഞു തോന്നില്ലേ. നമുക്ക് ഇതേപോലത്തെ ഒരു വല പൂശാലോടാ. ഇട്ടൂടാ, പഠിക്കാൻ പറ്റില്ലേ? സമയം എടുത്താൽ പഠിക്കാം. എന്തായാലും തെറിക്കാം. ചെറിയ ചെമ്മീനൊക്കെ പോവാ. നമ്മളങ്ങനെ പോവാണ്. പോവാം. എന്നിട്ടാ എല്ലാവരും കോട്ടർ അടിക്കണേ തോന്നുന്നുണ്ട്. കോട്ടർ കുപ്പികളാണ് കൂടുതൽ.
നീ എടുത്തോ വാരിക്കോ നിനക്ക് പശുവിന്റെ പാലിനെടുക്കല്ലേ വാളക്കുഞ്ഞിണ്ട് വാളക്കുഞ്ഞി ആളുടെ എടാ വാളയുടെ കുഞ്ഞുണ്ടായി അപ്പൊ ആളുടെ മേടിക്കും കെട്ടിക്കൊണ്ടിടായിരുന്നു പിന്നെ ഈ കുപ്പിക്കുന്നില്ലല്ലോ എടുക്കാനോ വേസ്റ്റ് അല്ലേ വേസ്റ്റ് നിലത്തെടുക്കണേലും ആരെങ്കിലും എടുത്തോണ്ടല്ലേ ഗിരിയേട്ടൻ മോന്തഗിരി മാറ്റണ്ടല്ലോ കാശ് കൊറേ ഉണ്ടാക്കിയില്ലേ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം മറ്റോമാര് ചെയ്തൊക്കെ ഞാൻ മറ്റേതാക്കിട്ടുണ്ട് ടൂട്ട് വായിക്കിട്ടുണ്ട് ബാ ചായ എടുത്തോ ഇന്നലത്തെ വ്ളോഗില് മൊത്തം തെറിയാ എടാ എന്റെ പവർ ബാങ്ക് അല്ല അത് അതൊന്നോ ബാ ചായ പറ ചായല്ലേ എനിക്കൊരു ചായ ഓണം അറിയാൻ പറ്റും ഓണം പച്ചരോ എനിക്ക് ചായ എന്റെ അപ്ഡേഷൻ കഴിഞ്ഞോ ഫോണിന്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ ലൈവ് വരും സാംസങ് ഹായ് അടിപൊളി അത് വിഷ്വല് അടിപൊളിയല്ലേ ആൾക്കാർ വന്നിരിക്കുന്ന അത്ഭുതം പറയാൻ പറ്റില്ല നൈറ്റ് കട്ടനും പുട്ടും ചായ വിത്ത് കടിയൊന്നും നമ്മളിപ്പോ മേടിച്ചല്ലേ ഇവരെല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുന്നത് സാധാരണ ഞാൻ നടക്കാറില്ല ഫോൺ നോക്കി ഇവിടെ പെണ്ണോ കണ്ടപ്പോ ഉണ്ടാക്കി ഞാനല്ല ഇതാണ് കാമക്കണ്ണൻ പോണ് നമുക്ക് കട്ടറിയമ്പട്ടിന്ന് പതിയെ ഇറങ്ങാം ബാബാ ഗേൾസ് ഹോസ്റ്റലിന്റെ അവിടേക്ക് പോവാം ചാലക്കുടി ഗേൾസ് ഹോസ്റ്റലിന്റെ അവിടെ നമ്മള് പാതിരാത്രി വായ നോക്കാൻ ഇറങ്ങാണ് ഇല്ലില്ല ഞാൻ എടാ ഇവന് മാത്രം ഇങ്ങനെയല്ലേ ബമ്പിളിന്ന് ഇത്രയും പെണ്ണുങ്ങളെ കിട്ടണേ എടാ ഇവനാ ഞാൻ 2 ഫോണാ മാനേജ് ചെയ്യണം എനിക്ക് സമയമില്ല സാധാരണ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരാഴ്ച കിട്ടും ദിവസം കിട്ടണ്ടേ എന്നാല് എനിക്കൊന്നും ബമ്പിളിന്ന് ഒരു പെണ്ണിന് കിട്ടിയില്ല ഇവന് കിട്ടണ്ടേ പുരുഷന്മാർക്ക് കിട്ടുന്നതാണ് ബമ്പിളിന്റെ കസ്റ്റമർ സപ്പോർട്ടിൽ എന്തായാലും കൊടുക്കണ്ടേ ഈ വ്ളോഗ് ഭാവിയിൽ ഹിറ്റ് ആവുമ്പോ ഈ എഡ്വിൻസി എന്ന് പറഞ്ഞ ബമ്പിള് കാണുന്നത് അത് അവനാ നിങ്ങൾ നടക്കാൻ പോലെ ചാലക്കുടിയിൽ പുതിയതായിട്ട് എന്തോ സാധനം വന്നിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ വ്ളോഗ് കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ഇടുക ഗൈസ് നമ്മളപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ചാലക്കുടി ലേഡീസ് ഹോസ്റ്റലിന്റെ ഭാഗത്ത് കൂടെ പാതിരാത്രി സമയത്ത് നടക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്
എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഗിരിയാട്ടനും എഡ്വിൻസിയും. കുറച്ചും കൂടി ഇരുട്ടായിട്ട് വേണം നമുക്ക് നടക്കാൻ പോകാൻ, എന്നാലാണ് കുറച്ചുകൂടി രസം ഉണ്ടാവുള്ളൂ. റീൽസിൽ നിന്ന് മാറി നീ മറ്റോണ്ട് ജീവിക്ക്. ഇതാണ് ലേഡീസ് ഹോസ്റ്റലിലോട്ടുള്ള വഴി. ലേഡീസ് ഹോസ്റ്റലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണമെന്നാണ്. മോനെ നിലത്തെ ഷവായ കൂട്ടാണ്ടെല്ലാരും കൂടി കൂടണ, അതങ്ങനെയുള്ളതാ. ഇതിലേക്ക് ഒഴിവാക്കണ്ട, നമുക്ക് അവസരം വരും. കാശ് വരട്ടെ. ഇന്നലെ ഞാൻ പള്ളിയിൽ പോയപ്പോ ക്രിസ്റ്റോ ആണെങ്കിൽ 2-3 ദിവസമായി പറയണ എറണാകുളം പോണം. അവന് ഹോസ്റ്റലിലേക്ക് പോകാനോടാ. ഷിഫ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ അവന്റെ ഹോസ്റ്റലല്ലേ റൂമും വെക്കേറ്റ് ചെയ്ത് മാറി. നമ്മുടെ ചാലക്കുടി പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് നമ്മുടെ ഹോസ്റ്റല് കാര്യങ്ങൾ വരുന്നത്. അപ്പോ നാളെ പിടിക്കുന്നു, നിന്നെ നാളെ പിടിക്കും. എല്ലാവർക്കും പേടിയാണ് പോലീസുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വെച്ച് ഫോണും പൊക്കി വ്ളോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണണ്ട. 24 hours അവർ നോക്കി നോക്കണ്ടാവില്ല. ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ച് എടുത്ത റോട്ടിൽ കൂടെ പോകണമെന്നാണ്. നേരെ അറ്റത്ത് കാണുന്നതാണ് ലേഡീസ് ഹോസ്റ്റൽ. നാളെ പുറത്ത് ആരോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവരെ വായി നോക്കി. ഇപ്പോൾ ഞങ്ങൾ ചാലക്കുടിയുടെ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ടല്ലേ. എന്തിട്ട വീടല്ലേ, ആൾക്കാരേലൊക്കെ ഒരുപാട് കാശാണ്. അമ്മമാർക്കൊക്കെ പേടിയാ, ഫ്ലാഷ് പേടിയുള്ളവരാണ്. ആമസോണിൽ വരുമാനം എത്ര ഒരു ദിവസം കൊടുക്കണേന് അവിടെ 800 × 6. ഗൈസ്, അങ്ങനെ നമ്മുടെ ഹോസ്റ്റൽ കറക്കം മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കാര്യങ്ങൾ അവസാനിച്ചേക്കാണ്. അപ്പോൾ നാളെ അടുത്ത വ്ളോഗായിട്ട് കാണാം.